തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. മൂന്നാം ഊഴത്തിനു വേണ്ടി LDFും 10 വർഷത്തിന് ശേഷം അധികാര കസേരയിൽ തിരിച്ചുവരാൻ UDFും ഒപ്പം നിർണായക ശക്തിയാകാൻ NDAയും കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ വലിയ ആവേശമാണ്. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ബൂത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമായി പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 9:15 വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ 14.10% പോളിംഗും തൃശൂർ ജില്ലയിൽ 16.20% പോളിംഗും രേഖപ്പെടുത്തി. കേരളം ആര് ഭരിക്കണമെന്ന് 2.71 കോടി വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചാരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തിയിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 2500 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. തൃശൂർ ജില്ലയിൽ ആകെ 13 മണ്ഡലങ്ങളിലായി കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ജില്ലയിലാകെ 1321 വോട്ടിംഗ് കേന്ദ്രങ്ങളിലായി 2839 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. LDF, UDF, NDA മുന്നണികൾ തമ്മിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നിലനിൽക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വൻ പോലീസ് സന്നാഹത്തെയാണ് ജില്ലയിലുടനീളം വിന്യസിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കടുത്ത ചൂടിനെ അവഗണിച്ചും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ വോട്ടർമാർ ആവേശത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് വോട്ട് രേഖപ്പെടുത്തി. ചെങ്ങാലൂർ സെന്റ് മേരീസ് സ്കൂളിലെ 151 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഭാര്യയും കുടുംബാംഗങ്ങളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം NCTVയോട് സംസാരിച്ച അദ്ദേഹം മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നും വോട്ടർമാരുടെ ആവേശം അനുകൂലമാണെന്നും കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും പ്രതികരിച്ചു. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുകയാണ്. ഞാൻ ഭാര്യയും മകനും അടക്കം, അതുപോലെ സഹോദരനും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം രാവിലെ 7 മണിക്ക് തന്നെ എത്തി. ചെങ്ങാലൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂള് 151 ബൂത്തിൽ 435 ക്രമ നമ്പറായിട്ടുള്ള വോട്ടറായിട്ടാണ് ഞാൻ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത്. ഞാൻ വരുമ്പോൾ തന്നെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും UDFിൻ്റെ പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ രാവിലെ മുതൽ വോട്ട് ചെയ്യാൻ താല്പര്യം എടുത്തുകൊണ്ട് വരുന്നത്. ഒരു വലിയ ഭരണമാറ്റം വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. വോട്ടർമാരുടെ മുഖത്ത് അത് കാണാം. എനിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്, UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കത് വോട്ടർമാരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഞാനും, സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനും, അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തകരും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യങ്ങളോ, പലപ്പോഴും പലതരത്തിലുള്ള സംഘർഷങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, ഫ്രിക്ഷനുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പോസ്റ്റർ പതിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു കാര്യം. ഇതല്ല, ഇത് വളരെ വോട്ടർമാർ വളരെ പ്രൂഡൻ്റാണ്. വളരെ ബുദ്ധിപരമായും അവർ വിവേകത്തോടു കൂടിയും പെരുമാറുന്ന ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുതന്നെ മനസ്സിലാക്കാവുന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു ഭരണം, ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഇതാണ് എല്ലാ വോട്ടർമാരുടെയും മുഖത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിക്കാനായി അദ്ദേഹം തിരിച്ചു. മണ്ഡലത്തിൽ പോളിംഗ് സജീവമായി തുടരുകയാണ്.